നീടൂർ ഗ്രാമപഞ്ചായത്തിലെ ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നീടൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പ്രൌഢോജ്വല സമ്മേളനത്തിൽ ജാഗ്രതാ സമിതിയുടെ ഉദ്ഘാടനം സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ ജെ പ്രമീള ദേവി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലേഖ മണിലാൽ അധ്യക്ഷത വഹിച്ചു. അത് ഒന്നെങ്കിൽ അതിനിരയാകുന്നവർ നമ്മുടെ സഹോദരിയായിരിക്കാം, നമ്മുടെ ബന്ധുക്കളായിരിക്കാം, നമ്മുടെ മക്കളായിരിക്കാം, നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, നമ്മളെല്ലാവരും പ്രതീക്ഷയർപ്പിക്കുന്ന നമ്മളിൽ പ്രതീക്ഷയുള്ള വ്യക്തികളായിരിക്കാം. അവർക്ക് വരുന്ന ആ പീഡനം, ആ ചൂഷണത്തിനെതിരെ പോരാടുന്നതിനും അത് തടയുന്നതിനും അത് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതാക്കുന്നതിനും അവർക്ക് സംരക്ഷണം നൽകുന്നതിനും വേണ്ടി സമൂഹത്തിനുള്ള പഞ്ചായത്ത് തലത്തിലുള്ള സാമൂഹ്യ സമിതിയാണ് ജാഗ്രതാ സമിതി. ആ ജാഗ്രതാ സമിതിയുടെ അധ്യക്ഷ എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ്, ICS സൂപ്പർവൈസർ, സ്ഥലം സർക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ CIO SIO, ഒരു വനിതാ വക്കീല്, അതുപോലെ CDS ചെയർപേഴ്സണ്, അങ്ങനെ നീണ്ടുപോകുന്ന ഒരു ലിസ്റ്റിന്റെ അംഗങ്ങളാണ് ആ സമിതിയിലുള്ളത്. നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം തന്നെ ജാഗ്രതാ സമിതിക്ക് നമ്മുടെ ഫണ്ട് മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ തുടക്കം കുറിക്കുകയും അതിനെ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തെങ്കിലും അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇതുവരെ നമ്മൾക്ക് നടത്താൻ സാധിച്ചിട്ടില്ല. സമ്മേളനത്തിൽ വെച്ച് സ്പെഷ്യൽ സ്കൂൾ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ലിബിൻ ബേബിയെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സക്കറിയാസ് കുതിരവേലി അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പള്ളി, SI MS ഷാജഹാൻ, അഡ്വക്കേറ്റ് TG ജോജോ കുരിശുമൂട്ടിൽ, TD രാധാകൃഷ്ണൻ, റീന രാജു, ടോമി തോമസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ICDS സൂപ്പർവൈസർ TD അന്നമ്മ തുടങ്ങിയവർ പ്രസംഗിച്ചു. എന്നാൽ യാതൊരു വിധമായ നിർബന്ധവും ഗവൺമെന്റ് തലത്തിൽ നിന്നോ കമ്മീഷനിൽ നിന്നോ ഉണ്ടാകാതെ തന്നെ സ്വമേധയാ തികച്ചും സ്വന്തം തീരുമാനപ്രകാരം ഇങ്ങനെ ഒരു ജാഗ്രതാ സമിതി രൂപീകരിക്കാനും അതിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കാനും തീരുമാനിച്ച നീടൂർ ഗ്രാമപഞ്ചായത്തിനെ, അതിന്റെ ആരാധ്യയായ പ്രസിഡന്റിനെ, പ്രിയകരായ ജനപ്രതിനിധികളെ ഒക്കെ അങ്ങേയറ്റം അഭിനന്ദിച്ചേ മതിയാവുക. അമെൻഡ്മെന്റ് അനുസരിച്ച് വനിതാ കമ്മീഷന് അനന്തമായ അധികാരങ്ങളാണ് തന്നിരിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശം വനിതാ കമ്മീഷന്റെ പ്രവർത്തനം അത്രമാത്രം ഈ നാട്ടിലെ സ്ത്രീ ജനങ്ങൾക്ക്, സമൂഹത്തിന് ആവശ്യമാണ് എന്നുള്ളത്. വനിതാ കമ്മീഷൻ അംഗങ്ങൾക്ക് ക്യാബിനറ്റ് പദവി, മന്ത്രിമാരുടെ അതേ പദവി കൊടുത്ത് ഇങ്ങനെ ഒരു കമ്മീഷനെ നിലവിൽ കൊണ്ടുവന്നത് നിതാന്തമായ ജാഗ്രതയും ശ്രദ്ധയും ചുമതലയും ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു മേഖലയാണ് വനിതാ കമ്മീഷന്റെ പ്രവർത്തന മണ്ഡലം എന്നതുകൊണ്ട്.